അതാണ് ആഫിസ്ക ഞാൻ പറഞ്ഞത്. പടച്ചോന്റെ പടപ്പുകളെ മുഴുവൻ ഒന്നായി കാണണമെന്ന് പറഞ്ഞ വലിയൊരു ചിന്തയുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതിൽ നമുക്ക് അഭിമാനിക്കാം. അഭിമാനിക്കാം. അനീറക്കറിയോ, എവിടെ ചെന്നാലും കബർമാന്തി ഹംസക്കോയന്റെ മോനെന്ന് പറയുന്നത് പരിഹാസത്തിന്റെ ധ്വനിയില്ല, ഒരു തരം അപമാനിക്കല. കബർമാന്തിയും ഒസ്താനും ഒക്കെ സമുദായത്തിന്റെ അരികെ ചേർന്ന് പോകേണ്ടവരാ. ഇതൊരു തരം ഇൻഫീരിറ്റി കോംപ്ലക്സാ. ഏത് കിതാബിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സുപ്പീരിറ്റി കോംപ്ലക്സുകൾ വളർന്ന് മെഗലോമാനിയ, തൻവലുപ്പക്കിറുക്കിനോളം എത്തി നിൽക്കുന്ന സമുദായ പ്രമാണിമാർ തെറ്റായ ഇത്തരം കീഴ്വഴക്കങ്ങളാണ് മതത്തിന്റെ അടയാളങ്ങളായി പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിശുദ്ധമായ മതത്തിന്റെ മുഖം വികൃതമാക്കപ്പെടുന്നതും. പ്രസ്താവനകൾ പ്രവൃത്തിപറത്തിലെത്തുമ്പോഴാ വൈരുദ്ധ്യം ബോധ്യപ്പെടുക. പോട്ടെ, രജിസ്ട്രാർ അബ്ദുൽ മജീദ് സാറിന് ഞങ്ങളെ സമന്മാരായി അംഗീകരിക്കാൻ കഴിയും? എന്താ അത്ര സംശയം? നിങ്ങളെ വാപ്പ ഹംസക്കോയൊക്കെ പറയും അതിനുള്ള ഉത്തരം. എനിക്കുറപ്പില്ല. ഹാഫിസ്കായ്ക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ആത്മവിശ്വാസ, ഒരു ബിരുദധാരിയുടെ ആത്മവിശ്വാസം. നീ ഈ പറയുന്ന ആത്മവിശ്വാസം 3 നേരം തിളപ്പിച്ച് കഴിച്ച വിശപ്പ് മാറൂല മോളെ. അങ്ങനെ എന്നെ ഒരു പ്രായോഗികവാദിയായി കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്റെ 3 പെങ്ങന്മാരും ഇന്ന് സ്വന്തം ഭാഷ പോലും സംസാരിക്കാത്ത നാടുകളിലാണുള്ളത്. വിവാഹ മാർക്കറ്റിലെ അങ്ങാടി നിലവാരമനുസരിച്ച് ചോദിക്കുന്ന സ്ത്രീധന പണവും ഇട്ടുമൂടാനുള്ള ആഭരണങ്ങളും കൊടുത്ത് കെട്ടിച്ചു വിടാൻ ബാപ്പാക്കൊത്തില്ല. എല്ലാത്തിലും മൂത്ത സമീർക്ക സ്വന്തം അണുകുടുംബത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവുമോ എന്ന് ഭയന്ന് സഹായിക്കാനും നിന്നില്ല. പെൺമക്കൾക്ക് മൂപ്പേറുമെന്ന് കണ്ടപ്പോ മേലും കീഴും നോക്കാതെ പിടിച്ചുകൊടുത്തു. 2 എണ്ണത്തിനെ മൈസൂർക്കും ഒരാളെ സേലത്തേക്കും. നടന്നത് ഇഷ്ടത്തോടെ ആയിരിക്കില്ല എന്നുറപ്പ് അവർക്കും ബാപ്പാക്കും. ഇളയവളായ ഷാഹിനക്ക് ആ ഗതി ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവിടെയാണ് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ പ്രസക്തി. പെൺകുട്ടികളെ വളർത്തുന്നത് കെട്ടിച്ചു വിടാൻ മാത്രമാണെന്നുള്ള മാതാപിതാക്കളുടെ ധാരണയും തിരുത്തപ്പെടണം. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അതിനൊത്തൊരു ജോലി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി, ഇതൊക്കെയാണ് എന്റെ ലക്ഷ്യം. ജോലിയൊക്കെ കിട്ടി ഒരു ടീച്ചറൊക്കെ ആയി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബന്ധം, ഉള്ളുറപ്പുള്ളൊരു മോഹം തന്നെ. കോളേജിലൊക്കെ പറയണത് കേൾക്കാം, 80കളിൽ താടിയും വളർത്തി നടന്നിരുന്ന ഒരു നാഗവള്ളി ടച്ച്. അതാണിപ്പോ ഹാഫിസ് ഖാന്റെ ശബ്ദത്തില്. ഇതാണിപ്പോ പരിപാടിയില്ലേ? ഏത്? അല്ല, ഒരാനമയിലൊട്ടകം ഡിഫാൾട്ട് കേസൻ. മനസ്സിലായില്ല. മനസ്സിലാവൂല. ഇപ്രായത്തിൽ എതിർജനസിൽപ്പെട്ട 2 എണ്ണം മിണ്ടിപ്പറയൽ നടത്തി പൊട്ടിച്ചിരിച്ചാല് എന്താണതിന്റെ മൈന അർത്ഥം? ഞങ്ങള് നാട്ടുകാര്യം സംസാരിച്ചതാ. അങ്ങനെ നാട്ടുകാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ ഒടുക്കം വീട്ടുകാര്യത്തിലെത്തുക. ഈ ഒരു ഐറ്റം സ്പോർട്സിന് മാത്രം ഏത് ഐദർമാൻ റബ്ബറി ഇന്നാലും പൗളും പൈനാലിക്കും ഉറപ്പാ. ഒരാണും പെണ്ണും സംസാരിക്കുമ്പോഴേക്കും ഇടിഞ്ഞു വീഴുന്നതാണ് സദാചാരത്തിന്റെ വന്മതിലെങ്കിൽ വീഴട്ടെ എന്ന് നിങ്ങളെന്താ സദാചാര പോലീസ് ആകുക? ഒന്ന് നടന്നോളിയും കാക്ക. നിങ്ങളെ സ്ഥലക്കച്ചവടം എന്തായോ? അത് ഞാനോ ഇക്കാക്കെ തീരുമാനിക്കേണ്ടതല്ല, ബാപ്പ തീരുമാനിക്കണം. ആ കാരരുന്നിന്റെ തൊള്ളയില് തല വെച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ ബാപ്പ കബർമാന്തിനോട്. മാളത്ത് കേറിയ ഞണ്ടിനെ പിടിക്കാൻ കഴിയിട്ട ചെട്ടിയാര മാതിരിയായി പോവും, ഇറിക്കാൻ വിടൂല. ബാപ്പ പള്ളിക്കാട്ട് കേറി കബറ് മാന്തുമ്പോ മോൻ റൈസ്രാളം മോളെ കരള് മാന്തുക.